പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നന്ദുവിനെ പൂട്ടിക്കഴിഞ്ഞാൽ, നന്ദുവിനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അനാമികയ്ക്ക് നല്ലതുപോലെ സന്തോഷമായിട്ട് വിലസ. അനാമിക വിചാരിച്ചതുപോലെ കനകയും ഗോവിന്ദനും നയനയും നവ്യയും ഒക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നടക്കും. പിന്നെ അനിയാണെങ്കിൽ നന്ദുവിന്റെ പിറകെ പോകാനും പോകുന്നില്ല. നന്ദു ഇല്ലെങ്കിൽ പിന്നെ അനിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സന്തോഷത്തോല് അങ്ങനെ ആഗ്രഹിച്ചാണ് വേണു നന്ദുവിനെ പൂട്ടാൻ വേണ്ടിയിട്ട്, തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തത്. അങ്ങനെ അവർ വിചാരിച്ചതുപോലെ നന്ദുവിനെ തട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു. പക്ഷെ നന്ദു ആണെങ്കിൽ പുറകിൽ വന്ന് പിന്നിൽ വന്ന് നന്ദുവിനെ ആക്രമിച്ചത് കൊണ്ടാണ് നന്ദുവിനെ പിടിച്ചോണ്ട് പോകാനായിട്ട് അവർക്ക് സാധിച്ചത്. ഒരു പക്ഷേ മുന്നിൽ നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും നന്ദുവിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ആർക്കും സാധിക്കത്തില്ലായിരുന്നു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? നന്ദുവിനെ രക്ഷപ്പെടുത്താനായിട്ട് ആരെങ്കിലും അവതരിക്കുമോ ഇല്ലയോ? ഇനി എന്തൊക്കെയായിരിക്കും കഥയിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗോഡൌണിൽ അടച്ചിട്ടിരിക്കുവാണ്. എന്നിട്ട് അവര് ഭയങ്കരമായിട്ട് നന്ദുവിനെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. പക്ഷെ നിന്റെ കഥ ഇനി നീ എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല, നീ എന്തായാലും ഞങ്ങളെയൊക്കെ അടിച്ചതല്ലേ, അതിന് നിനക്ക് ശിക്ഷ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ നേരെ വേണുവിനെ വിളിച്ചു വിളിച്ച് സംസാരിച്ചപ്പോ വേണു പറഞ്ഞത്, എന്തായാലും നന്നായി, ഇനിയിപ്പൊ നിങ്ങള് അവളെ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, കെട്ടി തൂക്കിയേരെ, എന്റെ മകളെ വേദനിപ്പിച്ച അവള് ഇനി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അതിനുശേഷം ഇതെല്ലാം കേട്ടോണ്ട് വന്ന അനാമികയും ഈ ഒരു സംസാരം കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാം, എന്നിട്ട് നന്ദുവിനെ തീർക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ പോയിരിക്കുവാണ്. അനാമികയും രേവതിയും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നെ അവള് നല്ലതുപോലെ അടിച്ചതാണ്, അവളെ ചേച്ചിയെ തള്ളിയിട്ടു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരില് അവൾ എന്റെ കരണം പൊട്ടിച്ചടിച്ചു. അതും അത്രത്തോളം ശക്തിയിലാണ് എന്നെ അടിച്ചത്. അടിക്കുക മാത്രമല്ല, എന്നെ ചവിട്ടി കൂട്ടുകയും ചെയ്തു. അതിന്റെ ദേഷ്യം എനിക്ക് എന്തായാലും അവളോടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലും പകരം വീട്ടാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷവും വേണുവിനും രേവതിക്കും അനാമികയ്ക്കും ഒക്കെ ഉണ്ട്. എന്തായാലും അവള് മരിച്ചു എന്ന് കേട്ടതിന് ശേഷം ഞാൻ എന്തായാലും അനന്തപുരിയിലോട്ട് പോകുന്നുണ്ട്. പിന്നെ എന്റെ വിലസലായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. നവ്യയെയും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. അബിയെ കുറച്ചുകൂടി ഒന്ന് എരിവേറ്റി വിട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അബി തന്നെ നവ്യയെ കൊന്നോളും. അബി തന്നെ നവ്യയെ കൊല്ലാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിച്ചോളും. അപ്പൊ പിന്നെ അവരുടെ എല്ലാവരുടെയും ശല്യവും തീരും. നയനെ പകുതി ഒക്കെ വെച്ച് നമുക്ക് ദേവയാനിയെ കൂട്ടുപിടിച്ചുകൊണ്ട് നയനെയും തീർത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുടെ ശല്യം ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് അനാമിക ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്ത് നയന നന്ദുവിനെ കാണാത്തതിന്റെ പേരില് ആദർശിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ആദർശ് താഴോട്ട് വരുന്ന സമയത്ത് അനി ഉണ്ടായിരുന്നു. അപ്പൊ അനിയോട് നന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നയനെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ അനിയോട് സംസാരിച്ചു. എന്തായാലും നമുക്ക് നോക്കാം, അവളുടെ ഫ്രണ്ട്സിനെ ഒന്ന് പോയി വിളിച്ചു നോക്കാം. പക്ഷെ നയന അവരെ എല്ലാവരെയും വിളിച്ചു എന്നും, എന്നാൽ നന്ദു അവരെ അടുത്തേക്ക് എത്തിയിട്ട് പോലും ഇല്ല, അവര് നന്ദുവിനെ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എവിടെ പോയതായിരിക്കും? ആദർശനും അനിക്കും ഒരേപോലെ സംശയമുണ്ട്, അനാമികയും അനാമികയുടെ അച്ഛനെയുമാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവര് വഴിയിലെ മുഴുവൻ നോക്കുന്നുണ്ട്. നോക്കി ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കി, നന്ദുവിന്റെ ഫോട്ടോ കാണിച്ചു നോക്കി. അങ്ങനെ മുന്നോട്ട് കുറെ പോകുമ്പോഴത്തേക്കും അനി നന്ദുവിന്റെ വണ്ടി ഒതുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. ഉടനെ പോയി നോക്കി, അത് നന്ദുവിന്റെ വണ്ടിയാണ് തന്നെയാണ്. കാരണം നന്ദുവിന്റെ വണ്ടി പോയിട്ടുണ്ടല്ലോ. അപ്പൊ അനിക്ക് നല്ലതുപോലെ നന്ദുവിന്റെ വണ്ടി ഏതാണെന്ന് മനസ്സിലാവും. അങ്ങനെ നന്ദുവിന്റെ വണ്ടിയാണ് എന്ന് ഉറപ്പിച്ചു. പക്ഷെ നന്ദു എന്തിനായിരിക്കും വണ്ടി ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയത്? അതിന്റെ പിന്നിൽ എന്തായിരിക്കും സംഭവം, എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു ടെൻഷനായി. കുറച്ച് നോക്കുമ്പോ അവിടെ മുഴുവൻ ചുറ്റിനും നോക്കി. ഈ വണ്ടി കൊണ്ടുവച്ച ഒരു വീടിന്റെ മുന്നിലായിരുന്നു. ആ വീട്ടിൽ ഒരു CCTV ക്യാമറയുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അങ്ങനെ അവരോട് പോയി കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പോ ആരോ നന്ദുവിനെ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് അടിച്ചു വീഴ്ത്തുകയും, എന്നാൽ പിന്നിൽ നിന്ന് നന്ദുവിനെ അടിച്ച് വീഴ്ത്തി തട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങള് ആദർശും അനിയും കണ്ടു. അപ്പൊ അവർക്ക് കൃത്യമായി ഇത് ആരോ നന്ദുവിനെ അപായപ്പെടുത്തിയതാണ്. പക്ഷെ എന്തിനായിരിക്കും, ആരായിരിക്കും? അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം നന്ദുവിന്റെ ഫോട്ടോ കാണിച്ച് എല്ലായിടവും അവര് ചെക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നയന ഒരുപാട് വട്ടം ആദർശിനെ വിളിച്ചു. പക്ഷെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നയന നല്ലതുപോലെ വിഷമിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം ആരോടും ഇപ്പൊ പറയണ്ട എന്നൊരു തീരുമാനത്തിലാണ് ആദർശും അനിയും. നയനയാണെങ്കിൽ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, എന്ത് ചെയ്ത് കാണോ, നമുക്കൊന്ന് പോലീസിൽ കേസ് കൊടുക്കണോ, പോലീസിൽ ഒന്ന് പറയണോ എന്നൊക്കെ കനക ചോദിച്ചു. എന്നാൽ ആദർശേട്ടൻ ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തോളും, നമ്മൾ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ആദർശേട്ടൻ നന്ദുവിനെ കൊണ്ട് വന്നോളും എന്നൊക്കെ നയന കനകയോട് പറയുകയും
മാത്രമല്ല ഇതിന്റെ പിന്നില് ഉറപ്പായിട്ടും അനാമികയും അവളുടെ അച്ഛനും കുടുംബവും ഒക്കെ ആയിരിക്കും. അന്ന് വെല്ലുവിളിച്ചത് കൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ അവരായിരിക്കും സാധ്യത. അങ്ങനെ നന്ദുവിനെ തട്ടിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ നന്ദുവിനെ അപായപ്പെടുത്താൻ എന്തെങ്കിലും ശ്രമിച്ചത് ഇതിന്റെ പിന്നില് വേണുവും അവളുടെ മകളും ഭാര്യയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൂട്ടിയിരിക്കണം എന്നൊക്കെയുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ നടക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദുവിനെ അവര് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. ഉപദ്രവിച്ചതിന് ശേഷം കെട്ടിത്തൂക്കാനായിട്ടാണ് അവരുടെ പ്ലാന്. അങ്ങനെ നന്ദുവിന്റെ അടുത്തേക്ക് അയാൾ വന്നതിന് ശേഷം നിന്നെ തട്ടിക്കൊണ്ടുപോയി, നീ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാള് വന്ന് ചാടി ചവിട്ടുന്നത്. നോക്കുമ്പോ നമ്മുടെ ആദർശും അനിയുമാണ്. നന്ദുവിന്റെ രക്ഷകരായിട്ട് അവിടെ അവതരിച്ചത് ആദർശും അനിയുമാണ്. സ്ഥലമൊക്കെ അവര് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെല്ലാം അടിച്ച് ഒതുക്കി. അതിന്റെ കൂടെ നന്ദുവിനെയും രക്ഷപ്പെടുത്തി. പിന്നാലെ ഒരു ഗുണ്ട വന്ന് നന്ദുവിനെ പിടിച്ച് തള്ളിയതും എന്നിട്ട് ആ ഗുണ്ട അടിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോ അനിയും നന്ദുവും കൂടി പോയി വീഴുവാണ്. അങ്ങനെ വീഴുമ്പോ നന്ദുവിന്റെ മനസ്സിലൊരു സന്തോഷം തോന്നി. തനിക്കൊരു ആപത്ത് വന്നപ്പോ അനി വന്ന് രക്ഷിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷവും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും അടിച്ചൊതുക്കിയതിന് ശേഷം എല്ലാവരും ഓട്ടിച്ചു വിട്ടു. ഈ സമയത്ത് നന്ദു തന്റെ മനസ്സിലെ സംശയം പറയുന്നുണ്ട്. അനാമികയുടെ അച്ഛനും ഒക്കെ ആയിരിക്കും എന്ന് പറയുമ്പോഴും അതിന് നമ്മുടെ കയ്യിൽ തെളിവില്ല. അഥവാ നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ പോലും തെളിവ് വേണം. തെളിവില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ അവര് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ സമയത്ത് അനാമികയുടെ അച്ഛനെ അവര് ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദുവിനെ കൊല്ലാൻ വേണ്ടിട്ട് പോകുവാണെന്ന്. അപ്പോ രേവതിയും അനാമികയും വേണുവൊക്കെ ഭയങ്കര സന്തോഷത്തിലായി. അതിന്റെ ഭാഗമായിട്ട് അവരൊന്ന് പുറത്തോട്ടൊന്ന് പോകുവാണ്. പുറത്തോട്ട് പോയി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നോക്കുവാണ്. അങ്ങനെ അവര് പകുതിക്ക് ഒരു ഹോട്ടലിന്റെ മുന്നിൽ എത്തുമ്പോ വേണുവിനൊരു കോള് വന്നു. കോൾ എടുത്തത് ഗുണ്ടകളായിരുന്നു. നന്ദുവിനെ അടിച്ചൊതുക്കിയെന്നും ഇനി എന്തായാലും അവളെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ബാക്കി കാശും കൂടി അയച്ചു തരാൻ വേണ്ടിയിട്ട് വേണുവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കി എന്ന് വിശ്വസിച്ച വേണു ആ ബാക്കി പൈസയും കൂടി അവർക്ക് അയച്ചു കൊടുത്തിട്ട് വേണു തന്നെ പറയുവാണ്, ഇനി എന്തായാലും ഇതിന്റെ പിന്നാലെ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമ്മൾ എന്തായാലും പിടിക്കപ്പെടത്തില്ല. ഞാൻ അവരെ വിളിക്കാൻ ഉപയോഗിച്ച നമ്പർ എന്ന് പറയുമ്പോ എന്റെ മരിച്ചുപോയ ചേട്ടന്റെ നമ്പറാണ്. മാത്രമല്ല അവര് ഇനിയിപ്പോ ഉടനെ ഈ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരിവിടെ നിന്ന് മുങ്ങും. പിന്നെ അവര് വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. ഒരിക്കലും അവരെ പിടിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഊഹാപോഹങ്ങൾ വെച്ച് നമ്മളെ എന്തായാലും പൂട്ടാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് അവരിത് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഒരു ഹോട്ടലിന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് അനാമികയും വേണുവും കൂടി ഒരു കാര്യം ശ്രദ്ധിച്ചത്. അനിയും നന്ദുവും കൂടി രക്ഷപ്പെട്ട് അവര് നേരെ ഒരു ഹോട്ടലിൽ എത്തി. അപ്പൊ ആദർശേട്ടന് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ആദർശേട്ടന് ഒരു തന്റെ ഓഫീസിലെ മീറ്റിങ്ങിന് പോയിരിക്കുവാണ്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആദർശേട്ടൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താമെന്ന് പറഞ്ഞു. വരുന്നത് വരെ അവിടെ നിന്ന് പോകണ്ട, അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ആദർശേട്ടൻ പോയത്. അങ്ങനെ നന്ദുവിന് വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് അനാമികയും രേവതിയും വേണുവും കൂടി വരുന്നത്. വന്നപ്പോ തന്നെ അവര് പുറത്തു വെച്ചിനെ കണ്ടു. അത് അനിയും നന്ദു അല്ലേ, ഇവളെ കൊന്നു എന്നല്ലേ വിളിച്ചു പറഞ്ഞത്, പിന്നെ എങ്ങനെ ഇവള് മരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംശയമായി. അങ്ങനെ അവരെ കോൾ വിളിച്ചപ്പോ ഗുണ്ടകൾ കോൾ എടുക്കുന്നില്ല. അപ്പോഴാണ് അനാമികയ്ക്കൊക്കെ കാര്യം പിടികിട്ടിയത്. അവര് പറ്റിച്ചതാണ്, നന്ദുവിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ എങ്ങനെയായിരിക്കും അവളെ തട്ടിക്കൊണ്ടു പോയെന്നും പറഞ്ഞ് കെട്ടിയിട്ട ഫോട്ടോയൊക്കെ നമുക്ക് കാണിച്ചു തന്നതല്ലേ. പിന്നെ എങ്ങനെ, എന്ത് സംഭവിച്ചു, അവൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള ഒരു ടെൻഷൻ, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ചിന്ത അവരുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? എന്തായാലും അവസാനം നന്ദുവിനെ രക്ഷകനായിട്ട് അനിയും അവതരിച്ചു കഴിഞ്ഞു. ഇനി എന്തായാലും നന്ദുവിന് അനിയെ ഒരിക്കലും അകറ്റി നിർത്താനായിട്ട് സാധിക്കത്തില്ല. ഒരു പക്ഷേ അനാമികയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള സത്യാവസ്ഥ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.